കുറേ ദിവസമായി വീട്ടിൽ വെറുതെ ഇരിക്കണം. അപ്പോൾ പുറത്ത് ബയോഡാറ്റ കൊടുത്ത് എന്തെങ്കിലും വർക്ക് മേടിക്കാലാന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ അപകടത്തിൽപ്പെട്ടൊരു ഓട്ടോറിക്ഷയാണത്. ആ ഓട്ടോറിക്ഷ കണ്ട് ഞാൻ വല്ലാതായി. ഞാൻ പയ്യെ വിഷമത്തോട് നേരെ ചൂണ്ടിടാലാന്നും പറഞ്ഞ് ഹൈക്കോടതിയിലോട്ട് പോയി. പോണ വഴി ഭയങ്കര ട്രാഫിക് ജാം. പള്ളിയിൽ കയറി നിസ്കരിച്ച് ലൊഹർ ബാങ്ക് കൊടുക്കാറായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കലൂരുള്ള പള്ളി. നല്ല മനോഹരമായൊരു പള്ളിയാണ്. ഞാൻ അകത്തേക്ക് കയറി മെല്ലെ നടന്ന് ഒന്നു എടുക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നത്. അങ്ങനെ ഞാൻ ഒന്നു എടുക്കാൻ പോയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും നല്ല വിശാലമായ ഒരു സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പയ്യെ നടന്ന് വെള്ളം കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം നോക്കി. പിന്നെ വെള്ളം കുടിക്കാതെ നേരെ പയ്യെ നടന്ന് വളഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള മനോഹരമായൊരു പള്ളി. ഏറ്റവും മുമ്പ് വശത്ത് ഗ്ലാസ് ഇട്ടേക്കണേ. അവിടെ നല്ല മുസല്ലകൾ വിരിച്ചേക്കുക. ബാക്ക് വശത്ത് ടൈലാണ്. നല്ല വൃത്തിയുള്ള പള്ളി. അങ്ങനെ ഞാൻ ഒന്നുകൊടുത്ത് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഹൈക്കോർട്ടിലേക്ക് ജേണി ആരംഭിച്ചു. അങ്ങനെ ഹൈക്കോടതിയിൽ ചെന്ന് ചൂണ്ടിടായിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ ചൂണ്ടിടാൻ പറ്റില്ല, പോലീസുകാരുണ്ട് എണീപ്പിച്ചു വിടുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് സൈക്കിളായിട്ട് മെല്ലെ ബോട്ട് ജെട്ടിയിലേക്ക് പോയി. കൊച്ചിയിലേക്ക് പോയി മീൻ പിടിക്കാമല്ലോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കൾ. അങ്ങനെ ആ മഞ്ഞപ്പൂക്കളൊക്കെ കണ്ട് മെല്ലെ ബോട്ട് ജെട്ടിയുടെ അകത്തോട്ട് കയറി. ടിക്കറ്റ് എടുക്കാൻ കുറച്ച് നേരം നിന്ന് ഞാനവിടെ. നല്ല ഭംഗിയുള്ള കായൽ. ടിക്കറ്റ് എടുക്കണതിൻ്റെ കൗണ്ടറിൻ്റെ മുകളിൽ 2 പ്രാവ്. നല്ല ഭംഗിയുള്ള പ്രാവുകൾ. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഫോട്ടോ വെച്ചിക്ക് പോകണമെങ്കിൽ പൈസയൊക്കെ ആയിട്ട് വേണം. പൈസയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പൈസ ഇല്ലാണ്ട് ഞാൻ ഇറങ്ങി അവിടെ നിന്ന്. എന്തെങ്കിലും വർക്കിനൊക്കെ പോയി എവിടെയെങ്കിലും കയറിയിട്ട് പൈസയൊക്കെ ആയിട്ട് പോവാം. അങ്ങനെ കുറേ പ്രാവുകളെ ഞാൻ കണ്ടു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പ്രാവിനെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്നിനെ കിട്ടില്ല, എല്ലാം പറന്നു കളഞ്ഞ്. അങ്ങനെ ഞാൻ ചൂണ്ടിടാൻ പറ്റിയ നല്ലൊരു സ്ഥലം തപ്പി. അങ്ങനെ നേരെ നോക്കിയപ്പോഴത്തേക്കും അവിടെ 2 പേരിരുന്ന് ചൂണ്ടിടണുണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചൂണ്ടിടാൻ പോയില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടായിരുന്നു ഞാൻ. പിന്നെ അവിടെ മൊത്തം ആഫ്രിക്കൻ പായലൊന്ന് നിറഞ്ഞു കിടക്കുന്നു. ചൂണ്ടയിൽ ഉടയ്ക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇട്ടില്ല. പിന്നെ ഒരു വലിയ ബോട്ടും അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് പോയി. അതിനിടയ്ക്ക് കായലിൻ്റെ ഭംഗിയൊന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പാർക്ക്. അവിടെ ഒരു കപ്പലണ്ടി കിടക്കാരൻ കപ്പലണ്ടി വിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ നേരെ ഞാൻ സൈക്കിളായിട്ട് പാർക്കിൻ്റെ അകത്തോട്ട് കയറി. പാർക്കിലിരുന്നും ചൂണ്ടിടാം. നല്ല ഭംഗിയുള്ള സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് സെക്യൂരിറ്റി പറഞ്ഞ് ഇവിടെ സൈക്കിളായിട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ചൂണ്ടിയൊന്നും ഇടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പയ്യെ അപ്പുറത്തോട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ സൈക്കിളും പൊക്കിയെടുത്തുകൊണ്ട് ബോട്ട് ജെട്ടിയുടെ അകത്ത് ചൂണ്ടിടാൻ പറ്റുന്ന ഒരു കടവുണ്ട്, അവിടെ പോയിരുന്നു. സൈക്കിളും സ്റ്റാൻഡിലിട്ട് മെല്ലെ ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ മനോഹരമായ കായലിൻ്റെ തിരകൾ വന്ന് കൽബറ്റിലടിക്കുന്നത് നോക്കി ഇങ്ങനെ നിന്നു. നല്ല വലിയ കായൽ. ഞാൻ ആദ്യമായിട്ടാണ് കായലിൽ ചൂണ്ടിടാൻ പറ്റുന്നത്. കോഴിക്കോടലൊരു കവറിലെടുത്തത് മെല്ലെ ഓപ്പണാക്കി. കോഴിക്കോടൽ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഫോൺ പിടിക്കാൻ ആരും ഇല്ലാത്ത കാരണം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ കവർ തുറന്ന് കോഴിക്കോടലെടുത്ത് ചൂണ്ടയിൽ കോർത്തു. അധികം ചെയ്യാത്ത നല്ല കോഴിക്കോടലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാക്ക വന്ന് അടുത്തിരിക്കണം. നല്ല ഭംഗിയുള്ളൊരു കാക്ക. ആ കാക്ക കുറേ നേരം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനപ്പോൾ ഒരു കുഞ്ഞി കഷ്ണം കുടലിട്ട് കൊടുത്ത്. ആ പാവപ്പെട്ട കാക്ക ആ കുടലും കൊത്തി തിന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ ചൂണ്ടിടാൻ വേണ്ടി ചൂണ്ടയിൽ കോഴിക്കുടലും കോർത്ത് കായലിലേക്ക് എടുത്തെറിഞ്ഞ്. കുറേ നേരം ഞാൻ കായലിലിരുന്ന ചൂണ്ടയിൽ നോക്കി നിന്ന്. ഒരു മീനെ പിടിക്കാലാന്ന് പറഞ്ഞ് വന്നതാണ് ഞാൻ.
അപ്പോൾ ഇതേക്കും അത് വലിയ ലോങ് പോയില്ല. അതിന് രണ്ടാമത് ഞാനത് വലിച്ച് കരക്കയറ്റി നോക്കിയപ്പോഴത്തേക്കും കുളത്തിൻ്റെ തുമ്പ് കാണാം. അങ്ങനെ ഞാൻ രണ്ടാമത് കയറ്റി കുറച്ച് വെച്ചിട്ട് രണ്ടാമതും കറക്കി ഒരു ഇറങ്ങാട് എറിഞ്ഞ്. ആ എയർ നല്ല ലോങ് പോയി കുറച്ച്. അങ്ങനെ ഞാനത് അവിടെ വെച്ച് ഇറങ്ങി അവിടെ നിന്ന്. ഭയങ്കരമായിട്ട് തിര വന്നത് കാരണം ഈ ഇട്ട ചൂണ്ടയിലെ ഇര ഒന്ന് ആ കൽബറ്റിലൊന്ന് തട്ടും. ഭയങ്കര ഓളം ഇരുന്നു അതിൽ, തിര പോലെ, ബീച്ചിലൊക്കെ പോണ പോലെ. അങ്ങനെ ഓളം വന്ന് ചൂണ്ടക്കുളത്തിലിട്ട ഇര കൊണ്ടൊന്ന് കുറച്ചും കൂടി അടുത്തോട്ടാക്കി തന്നിട്ടുണ്ട്. ഞാനങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കല്ല് കെട്ടിയിട്ട് ഒരു കല്ലങ്ങോട്ട് കെട്ടിയിട്ട് ഒരു ഏറും കൂടി എറിഞ്ഞായിരുന്നേ. അങ്ങനെ ഞാൻ ആ എയർ പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ ഇരുന്ന് ആ എയറിൽ മീനെ കിട്ടുമല്ലാന്നും പറഞ്ഞു. കുറേ നേരം പോസ്റ്റായിട്ടിരുന്ന് മീനൊന്നും കിട്ടണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല കട്ടിയുള്ള എന്തോ ഒന്ന് വലിക്കണത്. ഞാൻ മെല്ലെ അത് വലിച്ച് കരക്കിടാൻ നോക്കി. അത് കുളത്തിൽ നിന്നും മൂടിപ്പോയി. നല്ല വലിയൊരു ഫിഷായിരുന്നു അത്. അങ്ങനെ ഞാൻ മെല്ലെ ബോട്ട് ചിട്ടിയിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി രണ്ടാമത് വീട്ടിലേക്ക്. നല്ല ഭംഗിയുള്ള സൈലൻ്റായിട്ട് കിടക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടേക്ക് നല്ല തിരക്കായിരിക്കും. ഇത് ഇട ദിവസമായത് കാരണം വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. സൈക്കിളും ചവിട്ടി വീട്ടിലോട്ട് ഞാൻ യാത്ര തുടങ്ങി. ബോട്ട് ചെട്ടിയിൽ നിൽക്കുന്ന ബോട്ട് ഓടിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. ഒരു ബയോഡാറ്റയും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. ഞാനിങ്ങനെ മെല്ലെ വീട്ടിലോട്ട് പോയി. വീടിൻ്റെ അവിടെ ചൂണ്ടിടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ വട്ടം വന്ന് ഞാൻ കിടത്തി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ബോട്ട് ചെട്ടിയിലോട്ട് പോണ വഴി 2 ഗേറ്റ് ഉണ്ട്. ഞാൻ ചെറിയ ഗേറ്റിൽ കൂടി മെല്ലെ സൈക്കിള് ചവിട്ടി കയറ്റി ബോട്ട് ചെട്ടിയിൽ നിന്നും യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം കേരളത്തിൽ. അപ്പുറത്തെ സൈഡിലാണ് ബസ് സ്റ്റാൻഡ്, ഇപ്പുറത്തെ സൈഡിൽ ബോട്ട് വരുന്ന സ്ഥലം. വലിയൊരു ആൽമരം അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്തു. നല്ല മനോഹരമായ ഒരു ആൽമരം. അങ്ങനെ നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മെയിൻ റോട്ടിലേക്ക് കയറി. മെയിൻ റോഡ് വഴി വന്ന് ഞാനപ്പോൾ എറണാകുളത്തു നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്, സെൻറ്റ് ജൂഡ്സ് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇറാൻ പറ്റും. അങ്ങനെ ആ വഴി വരാലോ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഇതും വഴി തെറ്റിപ്പോയി ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തി. എനിക്ക് വലിയ പരിചയമില്ലാത്ത വഴിയായിരുന്നു അത്. ഈ വഴിയല്ലായിരുന്നു അത് ഇത് കഴിഞ്ഞിട്ടുള്ള വഴിയായിരുന്നു വരേണ്ടത്. അങ്ങനെ ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്താൽ അവിടെ എത്തുള്ളൂ കേട്ടോ. അങ്ങനെ ആ കുളവും അമ്പലമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഈ വഴി പോയി കഴിഞ്ഞാൽ ഇനി വഴിയില്ലെന്ന് മനസ്സിലായിരിക്കും. ഒരമ്പലം വരുന്നു അവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പൈപ്പ് കാണുന്നത്. ഭയങ്കര ചൂടായിരുന്നു. ഞാൻ ആ പൈപ്പിൽ നിന്നും മുഖം കഴുകി കുറച്ച് വെള്ളവും കുടിച്ചു. ഒരാശ്വാസം കിട്ടി. ഇതാണ് ഞങ്ങളുടെ മനോഹരമായ എറണാകുളം. ഇവിടെ വേറെ ഒരുപാട് നല്ല ഭംഗിയുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്യാം. ഇന്ന് എനിക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ കുഞ്ഞി പൈപ്പിൽ നിന്നും വെള്ളം കുടിച്ച് ഞാൻ അവിടെ നിന്ന് യാത്ര തുടങ്ങി രണ്ടാമത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ ഡ്രസ്സുകൾ, വീട്ടിലോട്ട് വേണ്ട പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ ലൈറ്റുകൾ, ഒരുപാട് സാധനങ്ങൾ നല്ല വിലക്കുറവിന് മേടിക്കാൻ പറ്റും. അങ്ങനെ ഇടവഴിയിൽ നിന്നും മാറി മെയിൻ റോട്ടിലേക്ക് കയറി. അങ്ങനെ കായലിൻ്റെ അങ്ങോട്ടൊന്ന് ചെറുതായിട്ട് ഫോൺ തിരിച്ച് ഞാൻ നേരക്ക് തന്നെ ഫോൺ പിടിച്ച്. ഒരു ചേട്ടൻ റോഡ് ക്രോസ് ചെയ്ത് പോയി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പോലീസിൻ്റെ ജയില്. അങ്ങനെ ഞാനും എൻ്റെ നിഴലും കൂടി രണ്ടാമത് വീട്ടിലോട്ട് യാത്ര തുടങ്ങി. നല്ല ചൂടായിരുന്നു. വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആയിരുന്നു. അപ്പോഴും നല്ല ചൂടായിരുന്നു. അങ്ങനെ സൈക്കിൾ ചവിട്ടി എവിടെയും തട്ടാതെ മുട്ടാതെ മെല്ലെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് +1ഉം +2ഉം പഠിച്ച എൻ്റെ കോളേജ് കാണുന്നത്. ഈ കോളേജിലാണ് ഞാൻ +1ഉം +2ഉം പഠിച്ചത്. ഇത് കണ്ട ഈ ATMൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഞാൻ നോക്കിയപ്പോൾ ഇതിന് വാതിൽ കാണാനില്ല. കുറച്ച് അപ്പുറത്തായിരുന്നു വാതിൽ. ടാൻഡം എന്നായിരുന്നു ഞാൻ പഠിച്ച കോളേജിൻ്റെ പേര്.
ഈ വാതിലിലൂടെയാണ് അകത്തോട്ട് കയറണം. അവിടെ ഞാൻ അധികം നേരം നിന്നില്ല. മെല്ലെ അവിടെ നിന്നും യാത്ര തുടങ്ങി. അപ്പോൾ സൈക്കിളിൻ്റെ ചെയിൻ തെറ്റി. അവസാനം ചെയിൻ ശരിയാക്കി മെല്ലെ നേരെ വന്നപ്പോഴത്തേക്ക് ഒരു മുസ്ലിം പള്ളിയിൽ കയറി നിസ്കരിച്ച്. ദാറുൽ സ്കൂളിൻ്റെ അവിടെയുള്ള പള്ളിയാണ്. അങ്ങനെ ഞാൻ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്ത് വെച്ച് മെല്ലെ പള്ളിയുടെ അകത്തേക്ക് നടന്നു. ചെരുപ്പുകൾ ഊരി പള്ളിയിൽ ഹൗലിൻ്റെ അടുത്തിട്ടു. ഹൗലില്ലട്ടാ, ഒന്നു എടുക്കണ പൈപ്പുകളുടെ അവിടെ. അങ്ങനെ ഞാൻ പള്ളിയുടെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ വെള്ളം കുടിക്കാനായിട്ട് വെച്ചേക്കുന്നു. അവിടെ നിന്ന് വെള്ളവും കുടിച്ച് നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലോട്ട് യാത്ര തുടങ്ങി. ഈ റെയിൽവേ ട്രാക്കിൻ്റെ മേളിലൂടെയും പോവാം, താഴത്തു കൂടെയും പോവാം. മേളിലേക്ക് ചെയിൻ തെറ്റിയേക്കണ കാരണം പോകാൻ പറ്റില്ല. സൈക്കിളിൻ്റെ ചെയിൻ ലൂസായിരുന്നു. സൈക്കിളും പൊക്കിയെടുത്തുകൊണ്ട് ഞാൻ ട്രാക്കിലൂടെ ഓടി. ട്രെയിൻ വന്നതിന് മുമ്പ് തന്നെ മെയിൻ റോഡിലോട്ട് കയറി. ഐ ലവ് കൊച്ചിന്ന് ഒരു സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്നു. രണ്ട് ചിറകുകളും. ഞാൻ അവിടെ ഫോം വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്തു. ഗ്രീൻ ഗ്രാസ് പിടിപ്പിച്ചേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഗ്രൗണ്ട്. ആ പച്ചപ്പുല്ലുകളിലൂടെ ഞാൻ മെല്ലെ നടന്ന് അവിടെ 2 ചിറക് വെച്ചിട്ടുണ്ടായിരുന്നു, കിളികളുടെ. കിൻഫിഷറിൻ്റെ പോലെ തോന്നി എനിക്ക് കണ്ടപ്പോൾ. ചൂടുകൾക്കിടയിൽ ഇവിടെ എത്തിയപ്പോഴാണ് ഒരിത്തിരി ആശ്വാസം കിട്ടിയത്. അങ്ങനെ ഞാൻ അവിടെ നിന്നും യാത്ര തുടങ്ങി. നല്ല ഭംഗിയുള്ള യെല്ലോ കളറുള്ള മരങ്ങൾ. ഞാൻ ആ യെല്ലോ കളർ മരങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഞാൻ സെൻറ്റ് ജൂഡ്സ് സ്കൂളിൻ്റെ ആ വഴി കയറാമെന്ന് വിചാരിച്ച്. അങ്ങനെ നേരെ ഞാൻ നോക്കുമ്പോൾ വേരുകൾ ഗേറ്റിലേക്ക് പടർന്ന് കയറിയേക്കുന്നൊരു മരം. ഈ മരം നല്ല ഭംഗിയുള്ളൊരു വലിയ മരമാണ്. ഇവിടെ എറണാകുളത്തുള്ളൊരു മരമാണ്. അങ്ങനെ ഞാൻ ആ മരത്തിൻ്റെ സൗന്ദര്യം ഷൂട്ട് ചെയ്ത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.